മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്നതെന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തൊടത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞ് പോലും അലിൻ ജോസിന്റെ കയ്യെ പിടിക്കത്തില്ല. മനസ്സിലായി? ഞൊട്ടും അലിൻ ജോസിനെ അടിക്കണമെങ്കിൽ ഞൊട്ടും നീക്കാം. അപ്പൊ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിനെ കുറിച്ച് നമ്മുടെ അലൻ ജോസ് പെരേര എന്തോ ഡയലോഗ് ഉണ്ട്. അപ്പൊ കൊച്ചിയിൽ നമ്മുടെ സുഹൃത്ത് വന്നേക്കാണ്. എന്താ പ്രശ്നം പറ? നമ്മുടെ മമ്മൂക്കാന്റെ ഫാമിലിനെ പറ്റിയിട്ട് ഈ അലൻ പെരേര എന്ന് പറഞ്ഞവൻ വേണ്ടാത്ത അലൻ ജോസ് പെരേര, പിന്നെ അഭിലാഷട്ടെ, പിന്നെ മനാഫാദിനാട്. അപ്പൊ നിങ്ങ വന്നേക്കണ സംഭവം എന്താന്ന് പ്രേക്ഷകർ പറ. അത് സീരിയസ് ആയിട്ടല്ലേ പറഞ്ഞത്? അതെ. എന്താ സംഭവം ഇയാളൊരു വീഡിയോ ഉണ്ട്. ഇയാള് ചോദിച്ചപ്പോ പറഞ്ഞ ആവേശത്തിൽ പറഞ്ഞാണെന്ന് പറഞ്ഞ അലൻ ജോസ് പെരേര പറഞ്ഞ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മമ്മൂട്ടിയല്ല, ഏത് വ്യക്തിയായാലും നമ്മൾ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. മമ്മൂട്ടിന്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. മമ്മൂട്ടിന്റെ മരിച്ചു കിടക്കുന്ന കുഴി കിടക്കുന്നവരെയൊക്കെ വിളിക്കാൻ പാടില്ല ഇവൻ. എന്താ പറഞ്ഞേ? മമ്മൂക്കട മറ്റേ അപ്പനപ്പന്മാരെ മത്സരത്തിൽ ഇറങ്ങി വന്നാൽ പോലും ഞാൻ റിവ്യൂ പറയുമെന്ന് പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു. പൊതുമാപ്പ് പറയണം. ഞാൻ തമാശ ഒരു കാര്യം പറ്റേ, നിങ്ങൾ രണ്ടുപേരും മറ്റേ വീട്ടിൽ കയറി തല്ലാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. പലരും ഡോറോട് തൊട്ടിട്ടെന്ന് പറയണ്ട. അതായത് മമ്മൂക്കാക്ക് ഈ ലോകം മൊത്തം ആരാധകരുള്ളതാണ്. അത് വൈറലാൻ വേണ്ടി പറഞ്ഞല്ല, അത് നമുക്കൊരു മറ്റേ ഭീഷണി ഉള്ളപ്പോ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഈ സീനിലല്ല, ഇപ്പൊ മമ്മൂക്കയുടെ സീനിലല്ല, അതല്ലാതെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലവര് ഇവര് രണ്ടുപേരെയും തെറി പറയാറുണ്ട്. നീ മിണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞു പൈസയൊക്കെ. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മമ്മൂക്കയുടെ ഫാൻസിനോടും ഈ കേരള ജനതയോടെല്ലാം പൊതുമാപ്പ് പറയണം. കാരണം എന്ന് വെച്ചാല് ഒരാളുടെയും ഒരു കാര്യം പറയണം. അല്ലല്ല, ഒരാളുടെയും അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ മമ്മൂക്കയുടെ എന്താ സംഭവം എന്നുള്ള പറയണം. ഞാനാണ് സാക്ഷി, കാരണം ആ വീഡിയോയിൽ ഞാനും ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറയണം. അത് നിങ്ങൾ അറിയണമല്ലോ എന്താന്ന്. ആറാട്ടണ്ണന്റെ ലോകം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഇവൻ ആവശ്യമില്ലാണ്ട് ചിലര് തന്തയ്ക്കും തള്ളയ്ക്കും പെങ്ങളെ വരെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവനായിട്ടൊരു ഭീഷണിപ്പെടുത്തലാണ് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന ദിവസം 23 റിലീസ് സംഭവം. ആ ഗ്രൂപ്പിലെ പ്രശ്നത്തിലാണ് ഞാൻ പെട്ടെന്ന് ഫാൻസുകാരെയൊക്കെ എടുത്ത് വലിച്ചിട്ടത്. ആൾക്കാർ അറിഞ്ഞിട്ടേ പ്രശ്നം മറ്റേ തിയേറ്റർ വരാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ആക്കിയതാ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ല ഞാൻ പറയട്ടെ, മനസ്സിലാക്കട്ടെ ആൾക്കാര്. അപ്പൊ അങ്ങനെ ആ ആറാട്ടന്റെ ലോകം എന്ന് പറയുന്ന ഗ്രൂപ്പില് ഇവനെ എപ്പോഴും നോക്കിയാലോ, ഞാൻ സത്യം പറഞ്ഞ ക്ലിയർ ചാറ്റ് അടിച്ചു കളയും. എന്റെ ഫോൺ അത്ര ഇതല്ലാത്തതുകൊണ്ട് ക്ലിയർ ചാറ്റ് അടിക്കും. എനിക്ക് വോയിസ് ഒന്നും കറങ്ങി വരാറില്ല. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നമ്മൾ വരുന്നതാണ് മറുപടി കൊടുക്കാറുള്ളൂ ഇതിനകത്ത്. അപ്പൊ എന്നെയും ഓരോ കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ട്. അത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും രൂപങ്ങൾ വെച്ചിട്ടുള്ള ഒരു മിനിറ്റ്, അതാണ് വിഷയം. ഒരു കാര്യം പറയട്ടെ, ഇതെന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള മമ്മൂക്ക ഫാനാണ്. അവൻ പൊതുമാപ്പ് പറയട്ടെ. അതിനും ഈ കാര്യം ഈ ജനങ്ങൾ അറിയണമല്ലോ ഇതെന്താണെന്ന്. അങ്ങനെയല്ല, ഈ കാര്യം എന്താണെന്ന് മമ്മൂട്ടിനോട്, മമ്മൂട്ടിയുടെ ഫാമിലിനോടും, മമ്മൂട്ടിയുടെ പ്രേക്ഷകരും, അതായത് ഈ ലോകം മൊത്തം. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കാര്യം പറ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കാര്യം പറയാം. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ശരി, ഞാൻ നിന്നെ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ശരിയല്ലേ? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ശരിയാണോ? ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നീ ഈ കാണിച്ചത് അല്ലേ തെറ്റാണ്. തെറ്റാണ്. തെറ്റെന്ന് വെച്ചാല് ഫൈസലിക്ക എന്നെ അടുത്ത് വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടു. സത്യം. മമ്മൂക്കായെ പോലുള്ള ആക്ടർ ആരുടെയും തലവഴിക്ക് കയറാനില്ല. അപ്പം അത് മാത്രമല്ല, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്ന നിങ്ങളെപ്പോലെ സിനിമാനാകാൻ കൊതിച്ച് പട്ടിണി കിടന്ന് വന്ന ഒരാളാണ് മെഗാസ്റ്റാറായി ഇന്ന് നിൽക്കുന്ന നമ്മുടെ മമ്മൂട്ടി. മനസ്സിലായോ? സുഹൃത്ത്, ഒരു കാര്യങ്ങൾ പറയാം. ലാസ്റ്റ് ഒരു കാര്യം പറയാൻ അനുവദിക്കണം പ്ലീസ്. അപ്പൊ ഇക്ക പറഞ്ഞത് കഥയായിട്ട് പറയല്ല, ജസ്റ്റ് ചുരുക്കി പറയുന്നത്. ഈ ആറാട്ടന്റെ ലോകത്തിൽ ഒരു തെരുവിളി കാര്യങ്ങളുണ്ട് ഉണ്ടായി കഴിഞ്ഞപ്പോ കുറച്ച് പേര് ഇന്ന ദിവസം എടാ ഇത് കൂടെ പറയട്ടെ, ആൾക്കാർക്ക് മനസ്സിലാവട്ടെ എന്തുകൊണ്ടാണ് നീ ഇത് പറഞ്ഞെന്നുള്ള മനസ്സിലാവണ്ടേ. ചുരുക്കിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇന്ന ദിവസം മമ്മൂക്കയുടെ പടം റിലീസ് ആകുമ്പോൾ വരുന്നുണ്ട്, അടിക്കും പിടിക്കും എന്നുള്ളൊരു ഭീഷണി. അവിടെ കുറച്ച് ഫേക്കിൽ വരുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, ഫേക്കായ ആൾക്കാർ മാത്രമാണ്. എല്ലാവരും അങ്ങനെയല്ല. കുറെ നല്ല ചങ്കുകളുണ്ട് ആ ഗ്രൂപ്പില്. അവരൊക്കെ സപ്പോർട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവര് അങ്ങനെ അല്ലാത്തവര് ഇവനെ ഭയങ്കരമായിട്ട് റീച്ച്, അതായത് നീ പൊതുമാപ്പ് പറഞ്ഞാൽ നീ കഥ നിർത്തി. അഭിലാഷ കഥ നിർത്തി. അവൻ പൊതുമാപ്പ് പറയട്ടെ. ഞാൻ വേറെ കാര്യം തമാശയായിട്ടല്ല ഞാൻ പറഞ്ഞത്.
ഇവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവൻ പൊതുമാപ്പ് പറഞ്ഞിരിക്കണം. അപ്പൊ ആ സമയത്ത് പുള്ളി സംഭവിച്ചു പോയ കേസാണ്. ഇപ്പോൾ കേരളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട മനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ മമ്മൂക്ക സാറിന് മരിച്ചുപോയ ആൾക്കാരുടെ പേരല്ല അങ്ങനെ അപ്പനപ്പന്മാരെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാപ്പാന്റെ പാപ്പക്കും വിളിച്ച പോലെയൊക്കെയാണ് ആൾക്കാർക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിഷമിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ വാക്കുകൾ മമ്മൂക്കയുടെ വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതിയിൽ പറയേണ്ടി പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പ് ചോദിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. കാര്യങ്ങൾ പറയണ്ടേ? മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവരും കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുകയാണ്. ഇപ്പൊ ഇവരുടെ കാല പിടിക്കുന്നു. കുറച്ച് സോറി പറഞ്ഞു. താനൊരു കാര്യം പറയും. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റൂല ഈ സംഭവം. ഇപ്പൊ ഫൈസലിക്ക എന്റെ അടുത്ത് വന്ന് പുള്ളി കൊച്ചിന്ന് തന്നെയാണ്. പുള്ളി പറയണ ഞാൻ ഇവന്മാരൊക്കെ അറിയണേ. ശിവന്മാര് ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഇവന്മാര് ഈ പെരേര വിട്ടുകളഞ്ഞ് വീട്ടിലില്ല. പിന്നെ ഫൈസലിക്ക ഞാൻ ഇന്ന് വീട്ടിന്റെ വാതക്കത്തൊന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞ അവിടെ ഇല്ല, തുറക്കണില്ല ഡോറ്. അല്ല ഞാൻ ഇന്നലെ ഇക്ക വിളിക്കുമ്പോൾ ഞാൻ ഇത്ര വലിയ സീനാന്ന് ഓർത്തില്ല. ഇന്നലെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞല്ല. നമ്മളെ മട്ടാഞ്ചേരിയിലെ ടീം തന്നെ ഇറങ്ങും. ആവേശത്തിൽ പറഞ്ഞു പോകുന്ന എന്ത് ചെയ്യാനാ, കുറെ സോഷ്യൽ മീഡിയ അങ്ങനെ പറഞ്ഞു പോയാലേ വളരെ പ്രശ്നങ്ങളാവും. പറയാൻ പാടില്ല. നമ്മളാരും ഉപദ്രവിക്കണം. സാധാരണ ഒരു ഭിക്ഷക്കാരനാണെങ്കിലും കൂടി അദ്ദേഹത്തെ പറ്റിയും പറയാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് പറഞ്ഞു എടുത്തിയാട്ടം പക്വതയില്ലായ്മയാണ് പെട്ടെന്ന് നമുക്ക്. മണ്ടത്തരങ്ങളും ഉണ്ട് ഉള്ള കാര്യം പറയാലോ. മമ്മൂക്ക നല്ലൊരു നടനാണ്. അതിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ ലോക ജനത മമ്മൂക്ക ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മമ്മൂക്കന്റെ ഒരു പടം തിയേറ്ററിൽ വരുമ്പോൾ നമ്മളെ റിവ്യൂ പറയിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചൊരു വീഡിയോ ചെയ്താണ്. അപ്പൊ ആ കൂട്ടത്തിൽ മമ്മൂക്കന്റെ ബാപ്പയുടെ ബാപ്പക്കൊക്കെ അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞു മരിച്ചവരുടെ കുഴിമാടത്തിൽ ഇറങ്ങി വന്നാലും റിവ്യൂ പറയുന്നവർ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, തെറ്റിപ്പോയി. അത് ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയും. അതുപോലെ തെറി വിളിച്ചോണ്ടാണ് പ്രതികരിച്ചത്. ഞാൻ മാപ്പ് പറയും. ആ തെറി വിളിച്ച് ഓടിയ വരെ ഉണ്ട്. കാരണം എന്തോ ആ ഗ്രൂപ്പിൽ കിടന്ന് മരിച്ചുപോയവർക്ക് ഉയർന്നേറ്റ് വന്നാലും റിവ്യൂ പറയുമെന്നൊക്കെ പറഞ്ഞു. റിവ്യൂ ആർക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് തെറ്റിപ്പോയി. അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടമൊക്കെയാണ്. ഇവിടെ ഒരു കോപ്രായമായി തമാശ രീതിയിൽ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ വ്യക്തികളെ കുടുംബത്തിനെ വിളിക്കുകയും പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കുന്ന ആളും കുടുംബം നല്ലപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ. മമ്മൂക്കാനെയൊക്കെ വലിയ അനാവശ്യ വാക്കുകളായാലും കുടുംബത്തിനെയൊക്കെ പറ്റി ആൾക്കാർ വെറുത്ത് നല്ല ഇട്ടിട്ടും. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞല്ല ഇതേപോലെ പറഞ്ഞല്ലേ. പിന്നെ ഇതേപോലെ ആറാട്ടണ്ണൻ മോലാല് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു കേട്ടില്ല അന്ന് ആറാട്ടണ്ണൻ. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. മമ്മൂക്കനെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എന്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ മമ്മൂക്കന്റെ പടത്തിലാണ് ആറാട്ടണ്ണന് ഇടിയിട്ടി തിയേറ്ററിൽ നിന്ന്, വനിതാ തിയേറ്ററിൽ നിന്ന് ഇടിയിട്ടി. അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ജോസേ നീ പെരേര പെരേര സൂക്ഷിച്ച തനിക്കുള്ള അവനെന്തായാലും മാപ്പ് പറയാൻ തയ്യാറായില്ല. പറഞ്ഞോട്ടെ, ഇപ്പൊ മമ്മൂക്കന്റെ പടമായിട്ടുള്ള ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ബി ഉണ്ണികൃഷ്ണന്റെ പടത്തിന്റെ റിവ്യൂ പറഞ്ഞാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടത്, പ്രസംഗം എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കന്റെ പടം ടെർബോ കാണാനായിട്ട് ആഗ്രഹിച്ചതും. ടെർബോ ഇനി 2-3 ആഴ്ചയുണ്ട്, പക്ഷെ പലരും ഭീഷണിപ്പെടുകയും പല ഫോൺ കോൾസിലും ഇടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ആവേശത്തിൽ മമ്മൂക്കന്റെ പടത്തിൽ കൃത്യമായിട്ടും വരും, അടിയുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു കൂടാ പലതും. അതുകൊണ്ട് അതിലാണ് പെട്ടെന്ന് നമുക്ക് മരിച്ചുപോയ മറ്റേ അപ്പനപ്പൂമ്മമാരെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ അതിനോട് ക്ഷമിക്കണം, മാപ്പ് ചോദിക്കുകയാണ് കേരളക്കാരെ മൊത്തത്തിലോടും മെഗാസ്റ്റാർ മമ്മൂക്കയോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മമ്മൂട്ടി സാറിനോടാണെങ്കിലും മോഹൻലാൽ സാറിനോടാണെങ്കിലും ദിലീപ് സാറിന്റെ ഫാൻസിനോടാണെങ്കിലും 3 പേര് ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും ഇതിനെ പറ്റിയൊക്കെ. അപ്പൊ എല്ലാ മമ്മൂട്ടിയാണെങ്കിൽ മോഹൻലാൽ ഫാൻസാണ്, ദിലീപ് ഫാൻസാണെങ്കിൽ എല്ലാവരും പറയാനുള്ളത്. എല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയുടെ വീട്ടുകാരെ വിളിച്ചങ്ങനെ വീട്ടുകാരെ പറ്റി അങ്ങനെ പറഞ്ഞ് ഞാൻ മാപ്പ് പറയുകയാണ്. മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് പുറത്തു കൊടുക്കാം എനിക്ക്. അതായത് ഒരു അറിവില്ലായ്മയായിട്ട് നമ്മൾ കണക്കാക്കണം. എനിക്കറിയാം അറിവില്ലായ്മയൊക്കെ ഉണ്ട് പണ്ട് തുടങ്ങിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടത്തരത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പറയാൻ പാടില്ല. അത് വിവാദത്തിലായിട്ട് പല വാട്സാപ്പ് ഗ്രൂപ്പിലും ചർച്ചയായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. ഇത് കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോ പെണ്ണുമ്പോഴൊക്കെ മക്കൾക്കും വീട്ടുകാർക്കും കിട്ടും. അപ്പൊ നമുക്കൊക്കെ പ്രശ്നപ്പെട്ടു. ഡയലോഗ് തന്നെ തള്ളു. ഇന്ന് വീട്ടിന്റെ വാതൊക്കെ പോയി മുട്ടി ഞാൻ ഓർമ്മ
അപ്പൊ അവൻ അവിടെ ഇല്ല. ഇന്ന് അല്ല ഇക്കാനെ ഇവിടെ ശരിക്കും അറിയാം, നേരത്തെ പറഞ്ഞാൽ അറിയാലോ. അറിയാം. പണി വാളയാനെ. രാവിലെ നമ്മളെ മട്ടാഞ്ചേരിയിൽ നിന്ന് ടീമായിട്ട് പോയി മുട്ടി വാതൊക്കെ, അപ്പൊ അവനില്ല. അപ്പൊ ഇതൊക്കെയാണ് മോനെ സംഭവം. അപ്പൊ എല്ലാവരും നിങ്ങള് മാപ്പറുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞോ. തീർച്ചയായിട്ടും മമ്മൂക്കനെ സ്നേഹിക്കുന്ന ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള മമ്മൂട്ടി ഫാൻസ് ആണെങ്കിലും ഞാൻ മാപ്പ് പറയാം. മമ്മൂട്ടി ഇങ്ങനെ ഒന്നും പറയണ്ട പറയണ്ട, എല്ലാം പണ്ടത്തരം പൊട്ടത്തരായി പോകും. തമാശ കൊക്കിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ റിവ്യൂവിനെ പറ്റി നമുക്ക് പറയാം. ഒരാളെ ഒരു നല്ല സിനിമയെ മോശമാക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം. മമ്മൂട്ടി ഫാൻസിനോടും മമ്മൂക്കന്റെ ഫാമിലിയോടും ഞാൻ ദുൽഖർ സൽമാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു.